ഗാസ സമാധാന കരാറിന്റെ ആദ്യ ഘട്ടം പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനും ലോകത്തിനും സമാധാനം. നൊബേൽ അടുത്ത വർഷവും വാങ്ങാമല്ലോ എന്നുള്ളതുകൊണ്ട് തിരക്കിട്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന ശ്രമങ്ങളിലേക്ക് ട്രംപ് കടന്നു കഴിഞ്ഞു. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനപ്പുറം ചില കുടില നീക്കങ്ങളും പരാമർശങ്ങളും പതിവ് പോലെയുണ്ട്. റഷ്യയിൽ നിന്ന് താൻ പറഞ്ഞതുകൊണ്ട് ഇന്ത്യ ഇനി എണ്ണ വാങ്ങില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉറപ്പു നൽകിയത്രേ. ഇതുപോലെ ഇനി ചൈനയും ചെയ്ത് റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്നായിരുന്നു ഷീ ജിൻപിങ്ങിനുള്ള ട്രംപിന്റെ ഉപദേശം. പക്ഷേ അങ്ങനെ ഇന്ത്യയുമായി ഒരു സംഭാഷണമേ നടന്നിട്ടില്ലെന്ന് ഇന്ത്യ പിന്നാലെ സ്ഥിരീകരിച്ചു. ട്രംപിൽ നിന്ന് ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനാൽ ലോകം അത്ഭുതപ്പെട്ടില്ല. എന്തായാലും ട്രംപ് ബിസിയാണ്. ട്രംപിനെ ചുറ്റിപ്പറ്റി ലോകവിശേഷങ്ങളും നീങ്ങുന്നു. കാണാം പോയ വാരത്തെ ലോക കാഴ്ചകൾ. സ്വാഗതം ഭൂലോകത്തിലേക്ക്. യുക്രൈന് അമേരിക്ക അവരുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്ന ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുമെന്ന വാർത്ത വന്നതോടെ ശരിക്കും ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ യുദ്ധത്തിന്റെ ശക്തി കൂട്ടുകയാണോ ലക്ഷ്യം എന്ന സംശയം ലോകം ചർച്ച ചെയ്തിരുന്നു. ട്രംപ് എപ്പോഴും പറയും പോലെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്ന നയമാകും റഷ്യയ്ക്ക് മേൽ നടപ്പാക്കുന്നതെന്നും അതിന്റെ ഭാഗമായി ആകാം മിസൈലുകൾ യുക്രൈന് നൽകുന്നതെന്നും ചിലർ വിശകലനവും ചെയ്തു. പക്ഷേ മിസൈൽ വാങ്ങാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയപ്പോൾ ട്രംപ് മലക്കം മറിഞ്ഞു. മിസൈൽ തരില്ലെന്ന് പറഞ്ഞു. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ ഫോൺ കോൾ ആണ് കാരണം. സാക്ഷാൽ വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്തിയ ഒരു ഫോൺ കോളിന് പിന്നാലെയാണ് യുക്രൈന് ആയുധ സഹായം നൽകേണ്ടതില്ലെന്ന് ട്രംപ് തീരുമാനിച്ചത്. ഉടക്കിപ്പിരിഞ്ഞവർ ഒരൊറ്റ ഫോൺ കോളിൽ കൈകോർത്തോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം. എങ്ങനെയായിരിക്കാം ഈ ഡീൽ സാധ്യമായത്? ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണം. അമേരിക്കൻ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് നൽകാനുള്ള സാധ്യത പുടിൻ ഗൗരവമായി ഉന്നയിച്ചു. ഈ മിസൈലുകൾക്ക് 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇത് റഷ്യയുടെ മോസ്കോ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്ക് എത്താൻ കഴിയും. ടോമാഹോക്കുകളുടെ വിതരണം യുദ്ധക്കളത്തിലെ സ്ഥിതി മാറ്റിയില്ലെങ്കിലും അത് സമാധാന സാധ്യതകളെ സാരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഉഭയകക്ഷി ബന്ധങ്ങളെയും സാരമായി ബാധിക്കും. യുക്രൈൻ വിഷയം സമാധാനപരമായി പരിഹരിക്കാൻ റഷ്യ ആഗ്രഹിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകി സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് പുടിൻ ട്രംപ് സംഭാഷണം സഹായിച്ചത്. പിന്നാലെ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. യുഎസിൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയെത്തിയ സെലൻസ്കിക്ക് പക്ഷെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുക്രൈന് യുഎസിന്റെ ദീർഘദൂര ടോമാഹോക്ക് മിസൈലുകൾ നൽകണമെന്ന് സെലൻസ്കി ആവശ്യം ട്രംപ് തള്ളി. അങ്ങനെ ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിക്കാൻ ഇടയുണ്ടാക്കുമെന്നായിരുന്നു ഇത്തവണ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. 2025 ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഇത് 3-ാം തവണയാണ് സെലൻസ്കി യുഎസിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈറ്റ് ഹൗസിൽ ഫെബ്രുവരിയിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ നിശിതമായി വിമർശിച്ചിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിലെ അനുഭവം കണക്കിലെടുത്ത് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുമെന്നാണ് വിവരം.
ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഈ നീക്കങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ട്രംപുമായി സംസാരിച്ചു, ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നായിരുന്നു വിക്ടർ ഓർബന്റെ വാക്കുകൾ. പുടിനും കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. റഷ്യയുടെ വ്യക്തവും ശക്തവുമായ നയതന്ത്ര നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ ആയുധ കയറ്റുമതി പദ്ധതികൾക്ക് തിരിച്ചടി നേരിട്ടുവെന്നും സമാധാന ചർച്ചകളുടെ ദിശ റഷ്യൻ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറുമെന്നുമുള്ള സൂചനയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ബുഡാപെസ്റ്റ് ഉച്ചകോടി ആ ദിശയിലുള്ള ഒരു നിർണായക കാൽവെപ്പായിരിക്കും. സമാധാനത്തിനായുള്ള നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അലാസ്കയിൽ മഞ്ഞുരുകിയെങ്കിലും സമാധാനം അകന്നു നിന്നു. പക്ഷേ ബുഡാപെസ്റ്റ് ഉച്ചകോടിയിൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു യുദ്ധം കൂടി അവസാനിപ്പിച്ചെന്ന പുതിയ വാദങ്ങൾ കൂടി എഴുതി ചേർക്കാം. അതിദീർഘവും സങ്കീർണവുമായ ചരിത്രമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളുടേത്. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി അശാന്തമായിരിക്കുകയാണ്. താലിബാനെ അംഗീകരിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ മുഖം തിരിച്ചത് എന്തുകൊണ്ടാകാം? 48 മണിക്കൂറിലെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം വീണ്ടും അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിയൊച്ചകൾ കേട്ടു. ആകാശത്ത് തീമഴ ശക്തമായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി താലിബാൻ അധികാരത്തിലേറിയപ്പോൾ പിന്തുണച്ച പാകിസ്ഥാൻ, പക്ഷേ 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആ ബന്ധം കാത്തുസൂക്ഷിച്ചില്ല. പകരം താലിബാൻ പാക് ബന്ധം കൂടുതൽ സങ്കീർണമായി. ഡ്യൂറന്റ് ലൈനിലെ വിവിധ ഭാഗങ്ങളിൽ കുറച്ചുകാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ എന്നിവ ഇരുവശത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. തീവ്രവാദ സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് പാക് സൈന്യം അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് നിലവിലെ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. TTP പാക് ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. TTP നേതാവ് നൂർവാലി മെഹ്സൂദിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെങ്കിലും അയാളെ ഇല്ലാതാക്കുന്നതിൽ പരാജയപ്പെട്ടു. പക്ഷേ ആക്രമണത്തിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്ന് താലിബാൻ വ്യാഖ്യാനിച്ചു. ഇതിന് മറുപടിയായാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം തുടങ്ങിയത്. പാക് സൈനിക അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. ചിലയിടങ്ങളിൽ ചാവേർ ആക്രമണമുണ്ടായി. ഏറ്റുമുട്ടലുകൾ അതിർത്തികൾ അടച്ചിടുന്നതിലേക്ക് വരെ നയിച്ചു. ഇത് വ്യാപാരത്തെയും ജനങ്ങളുടെ സഞ്ചാരത്തെയും ഒരുപോലെ തന്നെ തടസ്സപ്പെടുത്തി. അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരുടെയും സുഹൃത്ത് രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. ഖത്തർ, സൗദി അറേബ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇരുവരോടും സംയമനം പാലിക്കാനും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും സംഭാഷണത്തിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്ന് ഖത്തറും സൗദി അറേബ്യയും അഭ്യർത്ഥിച്ചു. സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനായി ഇരുവർക്കുമിടയിൽ മധ്യസ്ഥ വഹിക്കാമെന്ന് ഇറാനും വാഗ്ദാനം ചെയ്തു.
പാകിസ്ഥാൻ താലിബാൻ ബന്ധം ഇന്ത്യക്കും നിർണായകമാണ്. ഇക്കാലം അത്രയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ ഇപ്പോൾ എന്തിനാണ് അവരുമായി കൂടുതൽ അടുക്കുന്നത്? മാറിയ കാലത്തെ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കമാണോ ഇത്? അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ അഫ്ഗാനും വലിയ തലവേദനയാണ് പാകിസ്ഥാൻ. ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ വേളയിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ദൃഢമാകുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാണ് അഫ്ഗാന്റെ നീക്കം. ഭാവിയിൽ ഇന്ത്യക്കും ഗുണം ചെയ്തേക്കാമെന്ന ബന്ധമായതിനാൽ പ്രത്യേകിച്ച് ഇറാനിലെ ചമ്പഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഗതാഗത മാർഗമായാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ കാണുന്നത്. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ ഒരു വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചമ്പഹാർ തുറമുഖത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഫ്ഗാനുമായുള്ള ബന്ധം. 2001 US അധിനിവേശത്തിനു ശേഷം അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിനായി ഭീമമായ തുക ചെലവിട്ട ഇന്ത്യക്ക് അതിന്റെ നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ നിലവിലെ ഭരണകൂടവുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. സുരക്ഷ തന്നെയാണ് മറ്റൊരു പ്രധാന ആശങ്ക. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ സംഘടനകൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നതും താലിബാനുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച ഘടകമാണ്. ആമിർ ഖാൻ മുദ്ധഖയുടെ ഇന്ത്യ സന്ദർശനം നൽകുന്ന സൂചന ഈ പുതിയ നയതന്ത്ര സമവാക്യമാണ്. പക്ഷേ പാകിസ്ഥാൻ താലിബാൻ പ്രശ്നത്തിൽ നേരിട്ടിറങ്ങാൻ ഇന്ത്യ തയ്യാറാകില്ല. മറ്റൊന്ന്, റഷ്യ മാത്രമാണ് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേയൊരു രാജ്യം എന്നതാണ്. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും താലിബാനെ അംഗീകരിക്കുമോ എന്നും കണ്ടറിയണം. ചൈനയുടെ സേന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്ന്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അവരുടെ ആയുധശക്തിയും കരുത്തും ലോക പോലീസ് അമേരിക്കയെ പോലും വിറപ്പിക്കുന്നതാണ്. പൂർണ്ണമായും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കെതിരെ കടുത്ത നടപടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്കിടെ നടത്തിയ ഏറ്റവും വലിയ പരസ്യ നടപടികളിൽ ഒന്ന്. 9 തലവന്മാരെയാണ് പുറത്താക്കിയത്. ചൈനീസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടു താഴെ വരുന്ന റാങ്കിലെ ജനറലിനെ പോലും പുറത്താക്കി. എന്താണ് ഷീ ജിൻപിങ്ങിന്റെ നീക്കത്തിന് പിന്നിൽ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ ചൈന നേടിയ വിജയത്തിന്റെ 80ാം വാർഷികത്തിൽ നടന്ന കൂറ്റൻ പരേഡാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ഉൾപ്പെടെ 20ഓളം രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നയിച്ച സൈനിക ശക്തി പ്രകടനം. അതിനൂതന സാങ്കേതിക വിദ്യകളും ആണവ മിസൈലുകളും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സൈനിക റോബോട്ടുകളും അവതരിപ്പിച്ച ഈ പരേഡ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് 1 മാസം പിന്നിടും മുൻപാണ് സൈന്യത്തിന്റെ തല തന്നെ വെട്ടിയ പോലെ ഷീയുടെ നടപടി. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് 9 ജനറൽമാരെ ഷീ ജിൻപിങ് പുറത്താക്കിയത്. അവരിൽ ഭൂരിഭാഗവും 3 സ്റ്റാർ ജനറൽമാരും പാർട്ടിയുടെ തീരുമാനമെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങളുമായിരുന്നു. അഴിമതി വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമായി നടന്ന നടപടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിച്ച നടപടി പക്ഷേ രാഷ്ട്രീയ ശുദ്ധീകരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസന പദ്ധതി ചർച്ച ചെയ്യുകയും പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ പ്ലീനത്തിന്റെ തലേ ദിവസമാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയം.
മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻ ഹി വെയ് ഡോങ് ഉൾപ്പെടെ ആർമിയുടെ പൊളിറ്റിക്കൽ കമ്മീഷണറും നേവിയുടെ പൊളിറ്റിക്കൽ കമ്മീഷണറും റോക്കറ്റ് ഫോഴ്സ് കമാൻഡറും ആംഡ് ഫോഴ്സ് കമാൻഡറും അങ്ങനെ സുപ്രധാനപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്നവരെയാണ് സൈന്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. ഷീ ജിൻപിങ് കഴിഞ്ഞാൽ സെക്കൻഡ് റാങ്കിലുള്ള വെയ് ഡോങ്ങിനെ സെപ്റ്റംബറിൽ നടന്ന പരേഡിൽ കാണാതിരുന്നപ്പോൾ തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്നു വെയ് ഡോങ്. ഒരുപക്ഷെ PBയിൽ ഇത്തരത്തിൽ നടപടി നേരിടുന്ന ആദ്യ വ്യക്തി. പാർട്ടി അച്ചടക്ക ലംഘനവും ഗുരുതരമായ സാമ്പത്തിക അഴിമതിയും കൃത്യവിലോപവുമൊക്കെയാണ് ഈ 9 പേർക്കെതിരായി ചുമത്തപ്പെട്ട കുറ്റങ്ങൾ. സൈന്യത്തിലെ ഈ ശുദ്ധീകരണത്തിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സൈന്യത്തിനുള്ളിലെ ടോക്സിക്കായ സ്വാധീന ശക്തികളെ പുറത്താക്കി കേഡറിൽ ഇരുമ്പുരുക്കിന്റെ കാഠിന്യമുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നുവെന്നാണ് സൂചന. മുൻ പ്രതിരോധ മന്ത്രിമാരായ വെയ് ഫെങ്ഹെ, ലീ ഷാങ്ഫു എന്നിവരുൾപ്പെടെ സമീപ വർഷങ്ങളിൽ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരെയും സമാന രീതിയിൽ പുറത്താക്കിയിരുന്നു. ഷീയുടെ ഈ നടപടിയെല്ലാം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സുദീർഘമായി ഭരണത്തിൽ തുടരാനുമുള്ള നടപടിയെന്നുമാണ് അദ്ദേഹത്തിന്റെ വക്താക്കൾ പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ഈ ഇടയ്ക്കിടെയുള്ള ശുദ്ധീകരണവും മുഖം നോക്കാതെയുള്ള ഷിയുടെ നടപടികളും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ഒക്ടോബർ 20 നടക്കാൻ പോകുന്ന പാർട്ടി പ്ലീനത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണ്. അന്ന് അവിടെ ഏതൊക്കെ പ്രമുഖരുടെ അസാന്നിധ്യമാണോ ശ്രദ്ധേയമാകുന്നത് എന്നറിയാം. അങ്ങനെ മുഖ്യധാരയിൽ നിന്ന് പ്രമുഖർ വീണ്ടും അപ്രത്യക്ഷമായാൽ ശുദ്ധീകരണത്തിന്റെ ആദ്യ ഘട്ടം മാത്രമേ ഷീ ജിൻപിങ് നടത്തിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. രാജ്യം തകർന്നടിഞ്ഞാലും അധികാര കസേരയിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറാകാത്ത ഭരണാധികാരികളെ കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസിന്റെ അവസ്ഥ അങ്ങനെയാണ്. തന്നെ ചുറ്റിപ്പറ്റി എത്ര സർക്കാരുകൾ തകർന്നാലും പടിയിറങ്ങാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കമല്ല. ഇതിനോടകം 5 പ്രധാനമന്ത്രിമാർ രാജിവെച്ചു. ഒടുവിൽ രാജിവെച്ച സെബാസ്റ്റ്യൻ ലെകോർനുവിനെ വീണ്ടും നിയമിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് മാക്രോൺ. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിച്ച് എത്ര നാൾ മാക്രോണിന് മുന്നോട്ടു പോകാനാകും? എന്തായിരിക്കും മാക്രോണിന്റെ മനസ്സിൽ? രാജിവെച്ച ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അധികാരമേറ്റ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെകോർനുവിന്റെ നാടകീയമായ തിരിച്ചുവരവാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തെ ഞെട്ടിച്ചത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഫ്രാൻസിന്റെ നിലവിലെ പാർലമെന്ററി പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള തീവ്രമായ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് സംഭവിച്ചിരിക്കുന്നത്. തുടർച്ചയായ രാജി പുനർനിയമനത്തിലൂടെ മാക്രോൺ ഭരണകൂടം പാർലമെന്ററി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ നീക്കം ഫ്രാൻസിലെ ഭിന്നിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്.
വിവിധ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാലാണ് ലെക്കോർണു രാജിവെച്ചത്. എന്നാൽ തന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നതിന്റെ ലിസ്റ്റ് പ്രസിഡന്റ് മാക്രോണിന് സമർപ്പിച്ചു. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും മാക്രോണിന്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തോട് അടുപ്പമുള്ളവരോ ആയിരുന്നു. പക്ഷേ ആവശ്യമായ മാറ്റങ്ങളോ പുതിയ പാർട്ടികളെ ഉൾപ്പെടുത്തിയുള്ള വിപുലീകരണമോ മുന്നോട്ട് വയ്ക്കാനാവില്ല. ഇതോടെ പാർലമെന്റിൽ പരസ്യമായി വോട്ടെടുപ്പ് നടന്ന് നാണം കെട്ട് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ലെക്കോർണു സ്വയം രാജി സമർപ്പിച്ച് പദവി ഉപേക്ഷിച്ചു. വീണ്ടും പ്രധാനമന്ത്രി പദമേറ്റെടുത്ത ലെക്കോർണു താനൊരു ശക്തനായ സ്വതന്ത്രനായ പ്രധാനമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കാനും ശ്രമിച്ചു. തനിക്ക് പ്രസിഡന്റിന്റെ അജണ്ടയില്ല, പകരം ഇതൊരു മിഷൻ ഗവൺമെന്റ് ആയിരിക്കും. വർഷാവസാനത്തോടെ ബജറ്റ് പാസാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രഥമ ദൗത്യമെന്നും ലെക്കോർണു ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാക്രോൺ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. 3 വർഷത്തിനുള്ളിൽ ഇത് 6ാമത്തെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ മാക്രോൺ രാജിവെക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനില്ലെന്നതും വസ്തുതയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ലെക്കോർണു മുന്നോട്ട് വെക്കുന്ന ഏത് സർക്കാരിനെയും അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കുക എന്നതാണ്. ഇതിനായി അവർക്ക് സ്വന്തം സീറ്റുകൾ വരെ പണയം വെക്കേണ്ടി വരും. അതോടെ ഈ നാടകീയ രംഗങ്ങൾക്ക് വിരാമമിട്ട് പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാക്രോൺ നിർബന്ധിതനാകും. എന്തായാലും ലെക്കോർണു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിലൂടെ ഫ്രാൻസിന് ഒരു ബജറ്റ് നൽകാൻ സാധിക്കുമോ, അതോ ഈ രാഷ്ട്രീയ നാടകം കൂടുതൽ അസ്ഥിരതയിലേക്ക് രാജ്യത്തെ നയിക്കുമോ? കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും. അടുത്ത നിമിഷം എന്തെന്നത് പോലും പ്രവചിക്കാൻ കഴിയില്ല ലോക രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ പോയ വാരത്തിന്റെ ബാക്കിപത്രമാകില്ല പലപ്പോഴും വരാൻ പോകുന്ന ആഴ്ച. ലോക രാഷ്ട്രീയം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കതിന്റെ പ്രതിഫലനം കണ്ടുകൊണ്ടേയിരിക്കാം. പുതിയ ലോക കാഴ്ചകളുമായി അടുത്ത വാരം കാണാം.